ഹലോ, നമസ്കാരം. ഇന്നൊരു കിടിലൻ മീൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും കപ്പ, പുട്ട്, അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിന് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു 5-10 ചെറിയുള്ളി നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു തക്കാളി, നമ്മുടെ നാടൻ തക്കാളി, പുളിയുള്ള തക്കാളി ആണെങ്കിൽ നല്ലതാണ്. പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് വാളൻ പുളിയും അതുപോലെ തന്നെ കുടംപുളിയും ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് പടപടാന്ന് തീരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മൺചട്ടിയാണ് നല്ലത്. മൺചട്ടി അടുപ്പിലോട്ട് വെച്ചു. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുകൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത്. ഇത് ചെയ്യുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയാണെങ്കിലും അതുപോലെ ചെറിയുള്ളി ആണെങ്കിലും തക്കാളി ആണെങ്കിലും പച്ചമുളക് പിന്നെ കറിവേപ്പില കൂട്ടത്തിൽ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ അതിനകത്ത് അധികം നമ്മൾ വെള്ളം ഒഴിക്കാനോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചേക്കുക. പിന്നെ അടച്ച് വെക്കുമ്പോഴേ തന്നെ കുറച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വെന്തിട്ടുണ്ടാവും ശരിക്കും. അപ്പോൾ അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത്ര വരെയും ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 2 പുളിയും അതിനകത്തേക്ക് നന്നായിട്ട് അതിനകത്തുള്ള എക്സ്ട്രാക്റ്റ് മുഴുവനും അതിനകത്തേക്ക് ചേർക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മുടെ വാളൻ പുളിയിലുള്ള എക്സ്ട്രാക്റ്റ് മുഴുവനും അതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള അത്രയും പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കുടംപുളി ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് അതിനകത്തേക്ക് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ചുകൂടെ പുളി ഇറങ്ങി വരും. ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഈ വാളൻ പുളി എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മീൻ ചേർക്കാവുന്നതാണ്. ഫ്രഷ് മീനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് നാട്ടിൽ നിന്ന് അമ്മ കുറച്ച് ചെമ്മീൻ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് കൊടുത്ത് വിട്ടതാണ് കേട്ടോ. ഇത് ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതാണത്. പിന്നെ ഞാനത് വലുതായത് കാരണം ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ ഈ കൂട്ടിലേക്ക് ചേർത്തു. ഒന്ന് തിളക്കുമ്പോഴേക്കും ഈ കറി നമുക്കതുപോലെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറിയുടെ ആ ഒരു ലെവലങ്ങ് മാറി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് മാറും. ഒരിക്കലെങ്കിലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങളിത് വിടില്ല. അത്ര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും. പിന്നെ മാത്രമല്ല, ഈ കറി റെഡിയാക്കിയിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കണം. അതാണ് അടിപൊളി ശരിക്കും. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പിന്നെ എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കാനൊന്നും ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് കുറച്ചൊരു കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ചേർക്കുക. അത്രയായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ വേണ്ടത്? ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.